ഹിറ്റ് ദ തേർഡ് കേസ് ശൈലേഷ് കൊലാനോ സംവിധാനം ചെയ്ത് നാനി നായകനായിട്ട് വന്ന ഈ തെലുഗു ആക്ഷൻ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഹിറ്റ് 3 നായകൻ SP അർജുൻ സർക്കാരാണ്. ഹോമിസൈഡ് ഇന്റർവെൻഷൻ ടീമിലെ ഒരു സീനിയർ ഓഫീസറായ പുള്ളി ജമ്മു കാശ്മീരിൽ നിന്നും ട്രാൻസ്ഫർ ആയിട്ട് വിസാഖിലേക്ക് വന്നത് കുറച്ച് സീരിയൽ കില്ലിംഗ്സിനെ കുറിച്ച് അന്വേഷിക്കാനാണ്. ഈ കഥയാണ് ഹിറ്റ് ദ തേർഡ് കേസ് പറയുന്നത്. ഹിറ്റിന്റെ ആദ്യത്തെ 2 പാർട്ടുകൾ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു പ്രാധാന്യം കൊടുത്തതെങ്കിൽ ഈ തേർഡ് കേസിൽ ബ്രൂട്ടൽ വയലന്റ് ആക്ഷൻ ആണ് പ്രാധാന്യം. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ സാധാരണ രീതിയിലൊക്കെ പോയിട്ട് തീർത്തിട്ട് വില്ലന്മാരെയൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ അവരെ എങ്ങനെ പിടികൂടുന്നു എന്ന ഒരു പ്രൊസീജിയറാണ് പടം പറയുന്നത്. ആ വഴി അല്പം ചോര നിറഞ്ഞതാണെന്ന് മാത്രം. ഈ ഫസ്റ്റ് 2 പാർട്ടുകൾ കാണാത്തവർക്കും ഈ പടം കാണാം എന്ന വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും കണ്ടാൽ ചില കഥാപാത്രങ്ങളുടെ ഒക്കെ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ഹൈ ലഭിക്കും നിങ്ങൾക്ക്. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര സിമ്പിൾ ആണ്, ജെനുവിൻ ആണ്. സെക്കൻഡ് കേസും കൊള്ളാം, കുറച്ചുകൂടി ഗ്രാൻഡ് സ്കെയിലിൽ പടം വന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റിന്റെ അത്രയും ഒരു സിംപ്ലിസിറ്റി ഇല്ലായ്മ പോലെ തോന്നി. ഗ്രാൻഡ് സ്കെയിൽ ആയപ്പോൾ ഫസ്റ്റിന്റെ അത്ര സ്ക്രിപ്റ്റ് നന്നായില്ലെന്ന് തോന്നി. ഇവിടെ വന്നപ്പോൾ പടം കുറെ കൂടി ഗ്രാൻഡായി, കുറെ കൂടി സ്റ്റാർഡമുള്ള നായകൻ വന്നു. അപ്പോൾ അവർ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് കുറച്ച് അല്ലെങ്കിൽ നായകന്റെ താരപ്പൊലിമയ്ക്ക് അനുസരിച്ചുള്ള ഒരു ആക്ഷൻ പടമാക്കി മാറ്റുകയാണ് ചെയ്തത്. നല്ല മേക്കിംഗ്, ബ്രൂട്ടൽ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ, റിച്ച് ആയിട്ടുള്ള വിഷ്വലുകൾ ഒക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. പെർഫോമൻസിൽ വയലന്റ് ആംഗ്രി നായകനായിട്ട് നാനി കിടുവായിരുന്നു. അവസാനത്തെ 1/2 മണിക്കൂർ ക്ലൈമാക്സ് ഫൈറ്റ് നല്ല അറിഞ്ഞു പണിയെടുത്തിട്ടുണ്ട്. ഒരു വാളെടുത്തിട്ട് പോസ് ചെയ്യുന്ന ഒരു പോർഷൻ ഒക്കെ ഉണ്ട്, നൈസായിരുന്നു. കുറച്ച് ഇമേജ് ബ്രേക്കിംഗ് ക്യാരക്ടർ ആണെന്ന് പറയാം. ശ്രീനിധി ഷെട്ടി ആക്ഷൻ സീക്വൻസുകൾ നന്നായപ്പോൾ റൊമാൻസ് ഭാഗങ്ങൾ നല്ല ക്രിഞ്ച് ആയിരുന്നു. പ്രത്യേകിച്ച് ട്രെയിനിലെ സീക്വൻസ്, അവിടുത്തെ ഡയലോഗും ഒക്കെ നല്ല ബോറായിരുന്നു. പ്രദീപ് ബബാറിന്റെ വില്ലൻ ക്യാരക്ടർ അത്രയ്ക്ക് നന്നായില്ല എന്ന് തോന്നി. സംഭവം ആ ഗ്രൂപ്പ് ഒക്കെ നൈസാണ്, എന്നാൽ മെയിൻ വില്ലന്റെ പവർ അത്ര പോരായിരുന്നു എന്നാണ് തോന്നിയത്. സമുദ്രകനി, സൂര്യ ശ്രീനിവാസ്, റാവു രമേശ്, കോമലി പ്രസാദ്, ടിസ്ക ചോപ്ര തുടങ്ങിയവരും പടത്തിലുണ്ട്. പടത്തിലെ ക്യാമിയോ റോൾസ് എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഈ 4ാമത്തെ കേസിലേക്കുള്ള ഒരു ഹിന്റ് നൽകുന്ന ഔട്ട്രോയും നന്നായിട്ടുണ്ടായിരുന്നു. ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദ 4th കേസ്. നല്ല റിച്ച് ആയിട്ടുള്ള വിഷ്വലുകൾ, പിന്നെ കളർ ഗ്രേഡിംഗ്, ലൈറ്റിംഗ് ഒക്കെ നൈസാണ്. സനു ജോൺ വർഗീസ് ആണ് ഇതിന്റെ ക്യാമറ, കാർത്തിക ശ്രീനിവാസനാണ് എഡിറ്റിംഗ്, മിക്കി ജെ മേയർ ആണ് ഇതിന്റെ മ്യൂസിക്. പാട്ടുകളൊക്കെ ആവറേജ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്ലൈമാക്സിലേത് കൊള്ളാം. പ്രൊഡക്ഷൻ ഡിസൈന്, സ്റ്റണ്ട് കൊറിയോഗ്രഫി ഇത് രണ്ടും പടത്തിന്റെ ഹൈലൈറ്റുകളാണ്. ആക്ഷൻ സീക്വൻസുകൾ കൺവിൻസിംഗ് ആക്കാൻ വേണ്ടി ഫാസ്റ്റ് കട്ട്സ് ആണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് ക്ലൈമാക്സിലൊക്കെ. അത് ചിലയിടത്ത് കുറച്ച് ബോറായി, ചിലയിടത്ത് ഇഫക്റ്റീവ് ആയി. പിന്നെ ഇന്ന് ഞാൻ കണ്ട 2 പടങ്ങളിലും ഒരു കില്ലിംഗ് കൾട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ റെട്രോയിലെ കൾട്ട് കോമഡി ആയി പോയെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഹിറ്റ് എന്ന ഫ്രാഞ്ചൈസിന് ഒരു സീക്വൽ ആയിട്ട് വന്നിട്ട് ഫസ്റ്റ് 2 പാർട്ടിലേതുപോലെ സസ്പെൻസ് അല്ലെങ്കിൽ ത്രില്ലർ എലമെന്റോ ട്വിസ്റ്റോ അങ്ങനെയൊന്നും ഇല്ലാത്തത് പടത്തിന് ഒരു നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ ഫ്രാഞ്ചൈസ് തന്നെ കേസ് അന്വേഷണമാണല്ലോ അവരുടെ മെയിൻ ആയിട്ടുള്ളത്. ഹോമിസൈഡ് ടീമാണ്. ആ ഒരു കേസ് അന്വേഷണത്തോട് അത്രയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പേരിനോട് അത്രയ്ക്ക് നീതി പുലർത്തിയില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇതിലെ നാനി ശ്രീനിധി ലവ് പോർഷനും പടത്തിന്റെ നെഗറ്റീവാണ്. അത് പടത്തിന്റെ മൂഡ് നശിപ്പിച്ചായിരുന്നു. പിന്നെ വയലൻസ് നിറയുണ്ട്, പക്ഷെ ലോജിക് ഇല്ലായ്മയും പടത്തിൽ നിറയുണ്ട്. ആകമൊത്തം ടോട്ടലിൽ ബോറടിപ്പിക്കാത്ത, മുഷിപ്പിക്കാത്ത, എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് പേസ്ഡ് ഹെവി വയലന്റ് ആക്ഷൻ പടമാണ് ഹിറ്റ് ദ തേർഡ് കേസ്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഗംഭീരം, മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് മുഷിപ്പ് ഫീൽ ചെയ്യാത്ത വെർത്ത് വാച്ച് ആയിട്ടുള്ള ഒരു പടമാണ്. എന്നെപ്പോലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പ്രേമിയാണെങ്കിൽ ചിലപ്പോൾ ചെറിയ നിരാശയൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ അത്രയ്ക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട്. പക്ഷെ ബ്രൂട്ടൽ വയലന്റ് പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പടം കുറച്ചുകൂടെ ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഓർക്കുക, സ്ട്രിക്ട്ലി ഈ പടം 18+ ആണ്. കുട്ടികളെ ഒന്നും കാണിക്കരുത്. 18 കഴിഞ്ഞാൽ മനക്കെട്ടിയുള്ളവർ മാത്രം പടം കാണുക. 2 മണിക്കൂർ 37 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഞാൻ കണ്ടത് മലയാളം ഡബ്ബിംഗ് ആയിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത ഡബ്ബിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.